ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ ഒരുമ ചാരിറ്റി ഫാമിലിയുടെ 2ാം ഘട്ട പഠനോപകരണ കിറ്റ് വിതരണം നടന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. പല കുട്ടികളുടെ മുഖത്ത് ഇന്ന് കണ്ട ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അതിൽ പല ആളുകളും എല്ലാ സാധനവും പുതിയതായിട്ട് ഇത്തവണ സ്കൂളിൽ പോകുന്ന പ്രതീക്ഷിച്ചവരല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ചിരി കണ്ടപ്പോൾ ഉണ്ടായ ഒരു അഭിമാനം ചെറുതൊന്നല്ല കേട്ടോ. മാസത്തിൽ കുറയാതെ വരിസംഖ്യയും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന അംഗങ്ങളിൽ അപേക്ഷിച്ചവരിൽ അർഹതപ്പെട്ട ആളുകൾക്കും ക്യാൻസർ, ഡയാലിസിസ് രോഗബാധിതരായ കുടുംബാംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ പഠനോപകരണ കിറ്റ് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സന്നദ്ധരാക്കിയിട്ടുള്ള സർവ്വശക്തനായിട്ടുള്ള ദൈവത്തിനും രാവും പകലില്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഓടി നടന്ന നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള മൊറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ സാറും 6ാം വാർഡ് മെമ്പറായിട്ടുള്ള അനീസാക്കിയും ഇന്നത്തെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം അനുവദിച്ചിട്ടുള്ള മോങ്ങം സ്കൂൾ അധികൃതർക്കും എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരുമ ചാരിറ്റി മെമ്പേഴ്സിനൊക്കെ നന്ദി പറയുകയാണ് കേട്ടോ. ആളുകളുടെയും കിറ്റുകളുടെയൊക്കെ എണ്ണ കൂടിയപ്പോഴും അതിലുള്ള സാധനങ്ങളുടെ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്താതെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സംഘടനയുടെ ഓരോ പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെതായുള്ള കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കൃത്യമായി ബോധിപ്പിക്കുകയും വരുന്ന പുതിയ പ്രവർത്തനങ്ങളെ പറ്റി നമുക്കൊരു ആമുഖം തരികയും നമ്മളെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എടുത്തു പറയാതിരിക്കാൻ വയ്യ കേട്ടോ. സഹായം സ്വീകരിക്കുക മാത്രമല്ല, സഹായം നൽകാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് നമ്മുടെ ഒരുമ ചാരിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും നമ്മുടെ കപ്പിത്താന്മാരെ കൈ പിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ചിലവഴിക്കുന്ന പൈസയിൽ വെറും ഒരു 100 രൂപ ഒരു മാസം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഒരു കുടുംബത്തിൻ്റെ പുഞ്ചിരിക്ക് ഇത് കാരണമാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? നമ്മൾ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാനൊന്നും പോകണില്ല, ഒക്കെ ജീവിച്ച് തീർക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഭിമാനത്തോടെ കൂടി 6 അടി മണ്ണിൽ അങ്ങോട്ട് കിടക്കുക. ഒരു വീഡിയോ കാണുന്നവരിലാരെങ്കിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം നൽകിയിട്ട് ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ.